നമ്മുടെ ജനറേഷനെ തന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള 4 ആനിമേസാണ് ഡ്രാഗൺ ബോൾ സി, വൺ പീസ്, നറൂട്ടോ ആൻഡ് ബ്ലീച്ച്. ഈ കഥകളിലെ പ്രധാന കഥാപാത്രങ്ങൾക്ക് കിട്ടിയതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിലുമുപരി ഫാൻ ബേസും സപ്പോർട്ടുമൊക്കെ ഇവയിലെ സൈഡ് ക്യാരക്ടേഴ്സിന്, എന്തിന് വില്ലന്മാർക്ക് വരെ കിട്ടിയിട്ടുണ്ട്. അത്തരത്തിൽ നായകൻ്റെ ഒപ്പത്തിനൊപ്പമോ അല്ലെങ്കിൽ നായകനെ പോലും വെല്ലുന്ന രീതിയിലുള്ള ബിൽഡപ്പും ഫാൻ ബേസും ഒക്കെയുള്ള ചില ക്യാരക്ടേഴ്സാണ് ഡ്രാഗൺ ബോൾ സിയിലെ മോസ്റ്റ് ഐക്കോണിക് ആൻഡ് മാസ്കുലിൻ കഥാപാത്രമായ പ്രിൻസ് വിജീറ്റയും നറൂട്ടോയിലെ ബോൾഡ് ആൻഡ് വെൽ റിട്ടൺ ക്യാരക്ടറായ ഉച്ചിഹ സാസുകയും. ഇവർക്കെല്ലാം ഉപരി മനക്കരുത്തും നിശ്ചയദാർഢ്യവും ആത്മാർത്ഥതയും എന്താണെന്ന് നമുക്കൊക്കെ ജീവിച്ച് കാണിച്ചു തന്ന വൺ പീസിൻ്റെ സ്വന്തം റൊറോനോവ സോറോയും. ഈ 3 ക്യാരക്ടേഴ്സിനും ഒരു പ്രത്യേകതയുണ്ട്. കഥയുടെ ആരംഭത്തിൽ ഒരു പെർഫെക്റ്റ് വില്ലനാകാൻ വേണ്ട സകല ചേരുവകളും ഇവരിലുണ്ടായിരുന്നു. ഒരു പ്രതിനായകനാകാൻ വേണ്ട എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും പക്ഷേ കാലം അവരെ നായകനിലേക്ക് അടുപ്പിച്ചു. നായകൻ്റെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും തങ്ങളുടേത് എന്ന പോലെ കൊണ്ടു നടന്ന് അത് നേടിയെടുക്കാൻ ഏതൊരറ്റം വരെ പോകാൻ അവർക്ക് തയ്യാറായി. സൗഹൃദത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും വില എന്താണെന്ന് കാണിച്ചു തരാൻ ഇവർക്കൊക്കെ കഴിഞ്ഞു. കഥാനായകരെ പോലെ തന്നെ അർഹിച്ച ആദരവും ബഹുമാനവും നേടിയെടുത്ത ഇത്തരത്തിലുള്ള സൈഡ് ക്യാരക്ടേഴ്സിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു കഥാപാത്രമാണ്. തുടക്കത്തിൽ പൈറേറ്റ് ഹണ്ടർ എന്നും പിന്നീട് കിങ് ഓഫ് ഹെൽ എന്നും അറിയപ്പെട്ട ദ ഇൻഫമസ് റൊറോനോവ സോറോ. 20 വർഷങ്ങൾക്കപ്പുറം ഇന്നും സോറോ എന്ന ക്യാരക്ടറിൻ്റെ ചൈൽഡ്ഹുഡ് എന്തായിരുന്നുവെന്ന് ഒരു പരിധിയിലധികം വൺ പീസിൽ കാണിച്ചിട്ടില്ല. ഷിമോത്സുക്കി വില്ലേജിലെ ഒരു ഡോജോയിൽ ലോകത്തിലെ തന്നെ മികച്ചൊരു സ്പോർട്സ്മാൻ ആകണം എന്ന സ്വപ്നത്തിന് പുറത്ത് ട്രെയിൻ ചെയ്ത് വളർന്ന ഒരു കഥാപാത്രമായിരുന്നു സോറോ. പക്ഷേ അവിടെ സോറോയെ നിരന്തരമായ മത്സരങ്ങളിൽ ബീറ്റ് ചെയ്ത് വെല്ലുവിളിച്ചൊരു ക്യാരക്ടറായിരുന്നു ആ ഡോജോയുടെ തന്നെ മാസ്റ്ററുടെ മകളായ ക്യൂന. സോറോയെ സംബന്ധിച്ചിടത്തോളം ക്യൂന ഒരു എതിരാളി മാത്രമായിരുന്നില്ല, അവൾ അവൻ്റെ ഒരു അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു. സോറോയെ പോലെ തന്നെ ലോകത്തിലെ മികച്ചൊരു സ്പോർട്സ്മാൻ ആകണമെന്ന സ്വപ്നം ഉള്ളിൽ കൊണ്ട് നടന്ന ഒരു ക്യാരക്ടറായിരുന്നു ക്യൂന. സോറോയുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിൽ പ്രധാനമായും ഇൻഫ്ലുവൻസ് ചെയ്ത വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇൻസിഡൻ്റ് ആയിരുന്നു ക്യൂനായുടെ മരണം. ക്യൂനായുടെ വാറോ ഇച്ചിമോജി എന്ന വാളുമായി ആ ഡോജോയിൽ നിന്നും ഇറങ്ങിയ സോറോ വൺ പീസ് എന്ന ആനിമയിലെ അവിഭാജ്യ ഘടകമായി മാറുന്നത് പിന്നീട് നമ്മൾ കണ്ടു. വൺ പീസ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം സോറോ വെറുമൊരു സൈഡ് ക്യാരക്ടറല്ല, മറിച്ച് ഈസ് എൻ ഇമോഷൻ. തൻ്റെ സ്വപ്നത്തെക്കാൾ വലുതല്ല മറ്റൊന്നും എന്ന് വിശ്വസിച്ച് തോൽവിയേക്കാൾ ഭേദം മരണമാണെന്ന് കരുതിയ സോറോ കഥയുടെ ആരംഭത്തിൽ ലൂഫിയെ കണ്ടുമുട്ടിയപ്പോഴും അവൻ്റെ കൊച്ചു പൈറേറ്റ് ടീമിൽ ആദ്യ മെമ്പറായി മാറിയപ്പോഴും ഉള്ളിനുള്ളിൽ കൊണ്ടു നടന്നത് ഒരേ ഒരു ലക്ഷ്യം മാത്രമായിരുന്നു: ലോകത്തിലെ മികച്ച സ്പോർട്സ്മാനായി മാറുക എന്നത്. ആദ്യമായി ഡ്രാക്കുള എന്ന വിളിപ്പേരുള്ള മീഹോക്ക് സോറോയുടെ മുൻപിൽ എത്തിയപ്പോഴാണ് താനും തൻ്റെ സ്വപ്നവും തമ്മിലുള്ള യഥാർത്ഥ അന്തരവ് സോറോ തിരിച്ചറിയുന്നത്. അന്ന് മരിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും ഒരടി പോലും പിന്നോട്ട് പോകാതെ തലയുയർത്തിപ്പിടിച്ച് അവസാന നിമിഷം വരെ സോറോ പോരാടിയപ്പോൾ തൻ്റെ ക്യാരക്ടർ എന്താണെന്ന് വളരെ വ്യക്തമായി അതിലൂടെ സോറോ നമുക്ക് കാണിച്ചു തന്നു. ആ ഫൈറ്റിനിടയിൽ തൻ്റെ നെഞ്ചിലേറ്റ ആഴത്തിലുള്ള മുറിവ് ഒന്നുണങ്ങാൻ പോലും കാത്തു നിൽക്കാതെ തൻ്റെ ക്യാപ്റ്റന് വേണ്ടിയിട്ട് പലരെയും വെട്ടിവീഴ്ത്തിയ സോറോ എങ്ങനെയോ സ്വന്തം സ്വപ്നങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ അതിലും മുകളിൽ ലൂഫിയുടെ സ്വപ്നങ്ങളെ പ്രതിഷ്ഠിച്ചു. ഇതായിരുന്നു സോറോ എന്ന ക്യാരക്ടറിൻ്റെ ബെസ്റ്റ് ട്രാൻസിഷൻ ഓഫ് ഓൾ ടൈം. ഓറ എന്ന കഥാകൃത്ത് 1-2 ദിവസം കൊണ്ടല്ല സോറോ എന്ന ക്യാരക്ടറിന് ഈ ട്രാൻസിഷൻ നേടിക്കൊടുത്തത്. തന്നെ സ്നേഹിക്കുന്ന, തനിക്ക് വേണ്ടി പോരാടാൻ മടിയില്ലാത്ത ഒരു ക്രൂവാണ് തനിക്ക് ചുറ്റുമെന്ന തിരിച്ചറിവ് വൺ പീസ് തേടിയുള്ള ലൂഫിയുടെ യാത്രയിലെ പല നിമിഷങ്ങളിലായിട്ടാണ് സോറോ തിരിച്ചറിയുന്നത്. തൻ്റെ ക്യാപ്റ്റന് വേണ്ടിയിട്ട് സോറോ ഏതൊരറ്റം വരെ പോകും എന്ന് കാണിച്ചു തന്ന ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു കൂമയുമായുള്ള ആ ഇൻഫമസ് ബാരൽ. ലൂഫിയുടെ കൂടെയുള്ള എല്ലാവർക്കും ആത്മാർത്ഥതയും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവരിൽ ആരാ ക്യാപ്റ്റന് വേണ്ടി മരിക്കാൻ തയ്യാറാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും അത് റൊറോനോവ സോറോ ആണെന്ന്. തനിക്കേറ്റ പരിക്കുകളും മുറിവുകളും ഒന്നും വകവയ്ക്കാതെ ജീവനോടെ മടങ്ങാൻ പോലും കഴിയുമോ എന്ന് ഉറപ്പ് പോലും ഇല്ലാത്തടത്ത് ലൂഫിയുടെ വേദനകൾ മുഴുവൻ ഏറ്റുവാങ്ങിയൊരു ക്യാരക്ടറാണ് സോറോ. വേദന കൊണ്ട് പുളഞ്ഞ് രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന സോറോയോട് സാഞ്ചി എന്താണ് ഇവിടെ നടന്നത് എന്ന് ചോദിക്കുമ്പോൾ നത്തിങ് ഹാപ്പൻഡ് എന്ന് പറയുന്ന സോറോ സൗഹൃദത്തിനും ആത്മാർത്ഥതയ്ക്കും കരുത്തിനും ഒരു പുതിയ അർത്ഥം തന്നെയാണെന്ന് നൽകിയത്. സന്ദർഭങ്ങൾക്കനുസരിച്ച് വളരാനും തൻ്റെ ക്രൂമേറ്റ്സിനെയും ലൂഫിയെയും സംരക്ഷിക്കാനും സ്ട്രോ ഹാറ്റ് പൈറേറ്റ്സിലെ ഫസ്റ്റ് ഡിവിഷൻ കമാൻഡറായ സോറോയ്ക്ക് സാധിക്കുന്നുണ്ട്. ഒരേ സമയം കാഴ്ചക്കാരെ ചിരിപ്പിക്കാനും കഥയിലെ അനിവാര്യ ഘട്ടങ്ങളിൽ ഒരു ടഫ് ആൻഡ് ബാഡാസ് ക്യാരക്ടറായി മാറാനും കഴിയുന്ന സോറോ ക്യൂനായ്ക്ക് കൊടുത്തിരിക്കുന്ന വാക്ക് പാലിക്കാൻ ഇനി അധികകാലം എടുക്കില്ലെന്ന് അവസാനമായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോ വൺ പീസ് എപ്പിസോഡിലൂടെയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഫൈറ്റ് അവസാനിക്കുമ്പോഴും സോറോയുടെ ഹാക്കി സ്കിൽസും ഷിയർ വിൽ പവറും എൻഡ്യൂറൻസും കുതിച്ചുയർന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇടം വലം നോക്കാതെ ലൂഫിക്ക് വേണ്ടി വാളെടുക്കാൻ മടിയില്ലാത്ത, ലൂഫി പൈററ്റ് കിങ് ആകുമെന്ന് ആത്മാർത്ഥമായി തുടക്കം തൊട്ട് വിശ്വസിക്കുന്ന, ആത്മവിശ്വാസത്തിൻ്റെയും തൻ്റെ ഇടത്തിൻ്റെയും പ്രതിബിംബമായി മാറിയ സോറോ വൺ പീസ് ഇതുവരെ കണ്ടിട്ടില്ലാത്തവരിൽ പോലും ഒരു സെൻസ് ഓഫ് റെസ്പെക്റ്റ് ഉണ്ടാക്കിയെടുത്തു എന്നതാണ് സത്യം.
നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹിച്ചിട്ടുള്ളൊരു സുഹൃത്തുണ്ട്. ദ ഫ്രണ്ട് ഹു വിൽ ബിലീവ് ഇൻ അസ്, ദ ഫ്രണ്ട് ഹു വിൽ ഫൈറ്റ് ഫോർ അസ്, ആൻഡ് അൾട്ടിമേറ്റ്ലി ദ ഫ്രണ്ട് ഹു ഗോർ അവർ ബാക്സ്. വൺ പീസ് എന്ന ആനിമയിൽ സോറോ എന്ന ക്യാരക്ടർ ഇതൊക്കെയാണ്. ഇത്രയും ഗംഭീരമായൊരു കഥയും കഥാപാത്രവും എഴുതി വച്ചിരിക്കുന്ന ഓരാ ഈ തലമുറ തന്നെ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. വൺ പീസ് എന്ന ആനിമയിൽ നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? ലെറ്റ് മീ നോ ഇൻ കമൻറ്റ്സ്.